നോർത്ത് പറവൂർ കേടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ 75-ാം വാർഷിക വേളയിൽ അഡ്വക്കേറ്റ് വി ഡി സതീശൻ MLA-യുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 38 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ശിലയിടൽ കർമ്മം നിർവഹിച്ചു. കേന്ദ്രമാണ് കേടാമംഗലം. കേടാമംഗലത്ത് നിരവധി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന കേടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിക്ക് സ്വന്തമായി പപ്പുക്കുട്ടി വകീലിൻ്റെ തന്നെ മകൻ 3 സെൻറ്റ് സ്ഥലം സൗജന്യമായി തന്നിരിക്കുകയാണ്. ഈ ലൈബ്രറി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, നമ്മുടെ പറവൂരിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ്. വളരെ പൂർണ്ണമായ മനസ്സർപ്പിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ധാരാളം ആളുകൾ അത് നേതൃത്വം കൊടുക്കുകയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ലൈബ്രറിയാണ്. അപ്പോൾ അതിൻ്റെ വാർഷിക പരിപാടിക്ക് വന്നപ്പോൾ അതിനാവശ്യമായ പണം നൽകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പണം അനുവദിച്ച് ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. കേടാമംഗലം പപ്പുക്കുട്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, പറവൂരിൻ്റെ എല്ലാവർക്കും അഭിമാനമായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നല്ല ഒരു ലൈബ്രറി മന്ദിരമാണ് ഇവിടെ വരാൻ പോകുന്നത്. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി കേടാമംഗലത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമായി അത് മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ലൈബ്രറി പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയെ തുടർന്ന് നടന്ന ചടങ്ങിൽ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ജയ ദേവാനന്ദൻ, പഞ്ചായത്ത് മെമ്പർ TP സോമൻ, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് KV കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ മനു P വിശ്വം, കേടാമംഗലം പപ്പുക്കുട്ടിയുടെ മകനും മന്ദിരത്തിന് സ്ഥലം വിട്ടു നൽകിയ KP സന്തോഷ്, കൗൺസിലർ ലിജി ലൈഘോഷ്, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KS ബിനോയ്, ലൈബ്രറി പ്രസിഡന്റ് PP സുകുമാരൻ, സെക്രട്ടറി VS അനിൽ എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.